ഹസ്ബൻഡിനോട് വേറെ കല്യാണം കഴിക്കാനൊക്കെയാണ് അവള് പറയണത്. അങ്ങനത്തെ ഒരു കേസ് വന്നിരുന്നു. അതായത് 3 തവണ IVF ചെയ്തു, ഫെയിലായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. AMH വെരി ലോ ആയിരുന്നു, 0.3 ആയിരുന്നു ആ കുട്ടീൻ്റെ AMH. കല്യാണം കഴിഞ്ഞിട്ട് ആകെ 5 വർഷമായിട്ടുള്ളൂ. ഈ 5 വർഷത്തിനിടയിൽ 2 തവണ IVF ചെയ്തിട്ട് 1 തവണ സ്റ്റെം സെൽ തെറാപ്പി ചെയ്ത് പിന്നെ 3rd IVF. അങ്ങനെയാണ് അവർ നമ്മളെ അടുത്ത് വരുന്നത്. സ്വാഭാവികമായിട്ട് അവരുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാമല്ലോ. ആ കുട്ടി ഫ്രണ്ട്സിന്റെയോ റിലേറ്റീവ്സിന്റെയോ ഫോൺ പോലും അറ്റൻഡ് ചെയ്യൂലേ. ഇത്രയും മാനസിക സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ആ കുട്ടീൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഈ കുട്ടീൻ്റെ ഒരു ധാരണ, എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ്, ഏറ്റവും ഡൗൺ ആയി, ഏറ്റവും വീക്കായി മെന്റലി ആൻഡ് ഫിസിക്കലി, അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ ഞാൻ അവക്കൊരു സമാധാന വാക്ക് പറഞ്ഞു, പേടിക്കണ്ടടാ, നമുക്കൊരു 6 മാസം കൊണ്ട് ശരിയാക്കാവുന്ന വിഷയമേ നിനക്കുള്ളൂ, നീ ഒട്ടും ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത്. അങ്ങനെ 6 മാസം ഇങ്ങനെയൊക്കെ മെഡിസിൻ കഴിച്ചു. 6 മാസം കൊണ്ട് തന്നെ പഠിച്ചവന്റെ ഇതുകൊണ്ട് ആ കുട്ടിക്ക് വേഗം റിസൾട്ട് കിട്ടി. അപ്പൊ ആ റിസൾട്ട് കിട്ടിയ സമയത്ത് ആ കുട്ടി എന്നെ വിളിച്ചു. ആ ഫോൺ കോൾ ഞാൻ ഇന്നും മറക്കില്ല. അതായത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ആ കുട്ടി ട്രീറ്റ്മെന്റ് എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഒട്ടും വിശ്വാസം ഇല്ലാതെയാണ് ഹോമിയോ ട്രീറ്റ്മെന്റ് എടുത്തത്. അതൊക്കെ മാറ്റി ഇപ്പം ആ കുട്ടി പ്രഗ്നന്റ് ആണ്, ഒരു പ്രശ്നവും ആ കുട്ടിക്ക് ഇല്ല, ഡെലിവറി എടുത്തിരിക്കുകയാണ്. AMH കുറവാണെന്നുള്ളത് കൊണ്ട് ട്രീറ്റ്മെന്റിന്റെ അവസാനമാക്കി നിർത്താൻ എന്തായാലും ചിന്തിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.